സെൻട്രൽ GST ഓഫീസ് കോയമ്പത്തൂരിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്, സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 10ാം ക്ലാസ് ആണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത. ജസ്റ്റ് SSLC പാസ്സായാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിലേക്ക് അപേക്ഷാ ഫോം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോണെങ്കിൽ നമ്മുടെ ചാനൽ GST എലിജിബിലിറ്റി ഹോം പേജ് കയറിയിട്ട് നിങ്ങൾക്ക് റീസെൻ്റായിട്ട് ചെയ്ത വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ 3 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അതിൽ 2 വേക്കൻസി ജനറലാണ്, 1 വേക്കൻസി OBCക്കാണ്. ഇതിൽ നിങ്ങൾക്ക് സാലറി സ്കെയിലൂടെ കൊണ്ട് 18,000 മുതൽ 56,900 പേ ലെവൽ 1 ആണ്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ആ ഒരു അപേക്ഷ ഫോമാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യം വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞുതരാം. അത് ഫില്ല് ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്കിതിൻ്റെ മറ്റു ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതിൽ നെയിം ഓഫ് ദ പോസ്റ്റ് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ്, അതുപോലെ നമ്പർ ഓഫ് വേക്കൻസി 3 വേക്കൻസി എന്ന് പറഞ്ഞു. അതിൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പോസ്റ്റ് വരുന്നത് ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് C കാറ്റഗറിയിൽ പെടുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൂടെ കാണാം ഇതിൻ്റെ പേ ലെവലിലൂടെ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് മിനിമം 18, മാക്സിമം 25 വയസ്സ് വരെ. അതായത് 17/3/2025 ഇതിൻ്റെ അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ്. 17/3/2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് മിനിമം 18 കഴിഞ്ഞിരിക്കണം, മാക്സിമം 25 കഴിയാനും പാടില്ല. OBC വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഏജ് റിലാക്സേഷൻ പറഞ്ഞു OBC. പിന്നെ എക്സ് സർവീസ്മാനും 3 വർഷം അവരുടെ സർവീസിനനുസരിച്ച് ആ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് നിശ്ചയമായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ആർക്കും വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതാ നിങ്ങൾക്കൂടെ കൊടുത്തിട്ടുണ്ട്, 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. SSLC ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപേക്ഷാ ഫീസൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് 2 വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. പിന്നെ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് കാണാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. അതോടെ തന്നെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 മാർച്ച് 17 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാനത് അവിടെ മുകളിൽ കാണിച്ച് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഓക്കെ, മുകളിൽ കാണിച്ച അപേക്ഷാ ഫോം നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. ഓക്കെ, ഇത് പ്രിൻ്റ് എടുക്കുക. ഇതാണ് അപേക്ഷാ ഫോം. ഇത് പ്രിൻ്റ് എടുക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ആവുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സെൻട്രൽ GST ഓഫീസ് കോയമ്പത്തൂർ റിക്രൂട്ട്മെൻറ്റ് 2025 പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റ് കാണാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടേബിൾ. ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ, ഇപ്പം ഞാൻ കാണിച്ച നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇതാണ് വരിക. അതിൻ്റെ ഫസ്റ്റ് പേജാണ് വരിക. താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾ പ്രിൻ്റ് എടുത്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കാം, ഞാൻ കാണിക്കാം. ഇതിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കണം. കാരണം കോൾ ലെറ്ററൊക്കെ ഇങ്ങോട്ട് അയച്ചു തരുന്നതിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക വീഡിയോ. അപ്പോൾ ആദ്യം ഞാനിത് ഓർഡറിൽ പറയാം ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, നല്ല നീറ്റായിട്ട് A4 ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതേ സെയിം ഫോർമാറ്റ് കമ്പ്യൂട്ടറിലിട്ട് ടൈപ്പ് ചെയ്ത് അങ്ങനെയും ഇതാക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ നീറ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എളുപ്പം എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇവിടെ റോൾ നമ്പർ ഇത് ഓഫീസ് യൂസ് ആണ്, ഇത് നമ്മളൊന്നും ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾ റീസെൻ്റ് ആയുള്ള ഒരു ഫോട്ടോ ഒട്ടിക്കുക, പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോട്ടോയുടെയും ഈ പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിലും വരുന്ന രീതിയിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. സെൽഫ് അറ്റസ്റ്റ് ആണ് നിങ്ങൾ സിഗ്നേച്ചർ നിങ്ങളുടെ സൈൻ ചെയ്യുക. സൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൻ്റെ മുകളിലേക്കൊന്നും വരാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ് കാണുന്ന രീതിയിൽ ഏറ്റവും താഴെ നിങ്ങൾ ക്രോസ് ആക്കി സൈൻ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേര് SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ഇതൊക്കെ ബ്ലോക്ക് ലെറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. മദറിൻ്റെ പേര് ബ്ലോക്ക് ലെറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുക. അഡ്രസ്സ് ഇതൊക്കെ ബ്ലോക്ക് ലെറ്ററിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ് വേറെ തന്നെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ബ്ലോക്ക് ലെറ്ററിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഫോൺ നമ്പറാണ്, ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മൊബൈൽ നമ്പർ എന്തായാലും കൊടുക്കാം. ആധാർ നമ്പർ ഇവിടെ എഴുതി കൊടുക്കാം. ഇമെയിൽ ID നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഫിഗറിൽ കൊടുക്കാം. ഡേറ്റ്, മന്ത്, ഇയർ അങ്ങനെ കൊടുക്കാം. അത് വേർഡിൽ നമ്മളിവിടെ എഴുതണം. പിന്നെ നമ്മൾ ഈ പറയുന്ന 17/3/2025 നിങ്ങൾക്ക് എത്ര ഏജ് ആയെന്ന് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് 22 ഏജായി, അല്ലെങ്കിൽ 3 മാസമായി, 10 ദിവസമായി, എങ്ങനെ വെച്ചാൽ നിങ്ങളത് കൊടുക്കുക. അത് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് GST എലിജിബിലിറ്റി ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇതിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂൾ ക്ലിക്ക് ചെയ്താൽ ഏജ് കാൽക്കുലേറ്ററിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കാണാം ഏജ് കാൽക്കുലേറ്റർ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ആ ഡേറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഏജ് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ളടത്ത് നമ്മുടെ 17/3/2025 ഇട്ട് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അത് ഇവിടെ എഴുതി കൊടുത്താൽ മതി. പിന്നെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാச்சுം നിങ്ങളത് ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി അറിയെങ്കിൽ ഹിന്ദി, മലയാളം, തമിഴ് ഇതൊക്കെ അറിയെങ്കിൽ അങ്ങനെ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് കൊടുക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ നിങ്ങൾ ഏതെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. ആദ്യം നിങ്ങൾ സീരിയൽ നമ്പർ വന്നിട്ട് SSLCൻ്റെ ഡീറ്റെയിൽസ് ആദ്യം നിങ്ങൾ ഫില്ല് ചെയ്യുക. വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ അഡീഷണൽ ആയിട്ട് അതും കൊടുക്കാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഫില്ല് ചെയ്യാം. ഇനി ഡിസൈറബിൾ എന്നുള്ളത് നിങ്ങൾക്ക് വേറെ ക്യാൻറ്റീൻ അറ്റൻഡുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, അതും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള കോളുണ്ട്. ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. കാറ്റഗറിയിൽ നിങ്ങൾ ജനറൽ ആണെങ്കിൽ ജനറൽ നിന്ന് ടിക്ക് ചെയ്യുക, OBC ആണെങ്കിൽ OBC ടിക്ക് ചെയ്യുക. ഇനി എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ 1 നമ്പർ ഇടുക. ഇനി നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയീസ്, അതായത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് മറ്റു സിവിലിയൻ എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവർ 2 എന്നാണ് നമ്പർ ഇടുന്നത് കേട്ടോ. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർ 1 എന്നാണ്, മറ്റൊരാണെങ്കിൽ 2 എന്നാണ്. ഇനി എക്സ് സർവീസ്മാനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവർ ഈ പറയുന്ന ഫില്ല് ചെയ്യേണ്ട കോളംസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട. ഓക്കെ, പിന്നെ ഇവിടെ ഡിക്ലറേഷനാണ്, ഇത് വായിക്കുക നിങ്ങൾ മുഴുവനായിട്ടും. എന്നിട്ട് നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, നിങ്ങൾ ഫില്ല് ചെയ്ത ഡേറ്റ്. ഓക്കെ, ദെൻ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനാണ് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തള്ളവിരലിൻ്റെ ഇടതുവിരലിൻ്റെ തള്ളവിരലിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾ അടയാളപ്പെടുത്തുക അതിൽ മഷി പുരട്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫോം നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, നമ്മുടെ ഇത് വന്നിട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ അപേക്ഷയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളവർ കേട്ടോ. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സെൻട്രലിൻ്റെ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ ഏജ് പ്രൂഫിന് വേണ്ടി 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് മതി. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് നിങ്ങൾ ഈ അപേക്ഷയുടെ കൂടെ നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സിഗ്നേച്ചർ നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അതിനെ വിവരിക്കുന്നതാണ് ഇവിടെ. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഫോട്ടോയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപേക്ഷാ ഫോമിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഏറ്റവും മുകളിൽ നമ്മളിവിടെ ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇതിൽ ആപ്ലിക്കേഷൻ ഫോമിലും നമ്മുടെ ഫോട്ടോയിലും പാടെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ജസ്റ്റ് സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുക. അതല്ലാതെ നിങ്ങളുടെ ഫേസിൻ്റെ ഭാഗത്തേക്കൊന്നും സിഗ്നേച്ചർ കയറി വരരുത്, ഫേസ് കാണാത്ത രീതിയിൽ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെലക്ഷൻ കമ്മിറ്റി നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ട കണ്ടീഷൻസ് ഇനിയുണ്ട്, ഞാൻ പറയാം കേട്ടോ. നമ്മൾ എൻവലപ്പൊക്കെ പ്രത്യേക ഡയമെൻഷൻ വേണം, അതൊക്കെ ഞാൻ പറയാം. ഇനി ഇതിൽ സെലക്ഷൻ കമ്മിറ്റി നിങ്ങളെ അപേക്ഷ ജസ്റ്റ് നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് അതിൽ എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, റിട്ടൺ ടെസ്റ്റിന് വിളിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് റിട്ടൺ ടെസ്റ്റ് നമുക്ക് കോയമ്പത്തൂരിൽ മാത്രമായിരിക്കും സെൻറ്റർ ഉണ്ടായിരിക്കും, അവിടെ പോയി എക്സാം എഴുതേണ്ടി വരും. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് പിന്നെ ഉണ്ടാകുക. ഓക്കെ, ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അവർ അയച്ചു തരും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലേക്കായിരിക്കും അയച്ചു തരിക. ഓക്കെ, അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ബൈ പോസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് നിങ്ങളുടെ അപേക്ഷാ ഫോമും സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സും അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് ഈ ഞാൻ പിങ്ക് കളറിൽ നിങ്ങൾക്ക് കാണാം. ദ അഡീഷണൽ കമ്മീഷണർ ഓഫ് GST ആൻഡ് സെൻട്രൽ എക്സൈസ് PNV എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഓഫീസ് ഓഫ് ദ പ്രിൻസിപ്പൽ കമ്മീഷണർ നിങ്ങൾക്കിവിടെ കാണാം. ഓഫ് GST ആൻഡ് സെൻട്രൽ എക്സൈസ് കോയമ്പത്തൂർ GST കമ്മീഷണറായിട്ട് എന്ന് പറയുന്ന നമ്പറൊക്കെ കാണാൻ നിൽക്കൂടെ സ്ട്രീറ്റ് ചെയ്താൽ ഈ പിങ്ക് കളറിൽ അടയാളപ്പെടുത്തിയ പിൻകോഡ് സഹിതം വരെയുള്ള ഇതാണ് ഫുൾ അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടും രജിസ്റ്റേഡ് പോസ്റ്റ് ആയിട്ടൊക്കെ നോർമൽ പോസ്റ്റ് ആയിട്ട് അയക്കുമ്പോൾ ഡിലേ ആവും. സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുത്തോളൂ. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി മാർച്ച് 17 ആണ് കേട്ടോ. മാർച്ച് 17 ഉള്ളിൽ അവിടെ എത്തണം. ഈവനിങ് 5:45 ഉള്ളിലായിട്ട് നമ്മുടെ അപേക്ഷ അവിടെ എത്തണം കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 17 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന എൻവലപ്പിൻ്റെ മുകളിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്നുള്ള ഒരു വാചകം പാടെ എഴുതണം. അത് മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു A4 സൈസ് വലുപ്പത്തിലുള്ള ഒരു എൻവലപ്പ് എടുക്കുക. അതിൽ നമ്മൾ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഇവിടെ എഴുതി കൊടുക്കുക. നിങ്ങളുടെ ഫ്രം അഡ്രസ്സ് ഇവിടെ ചെയ്ത അഡ്രസ്സിൽ ഈ പറയുന്ന പിങ്ക് കളറിൽ അടയാളപ്പെടുത്ത അഡ്രസ്സ് എഴുതിയിട്ട് നിങ്ങൾ സ്പീഡ് പോസ്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കി കാര്യങ്ങളും പാടെ ഉണ്ട്, അതും കൂടെ പറയാം. ഇവിടെ കാണാം നിങ്ങൾക്ക്
നമ്മൾ ഈ പറയുന്ന A4 സൈസ് പേപ്പറിലായിരിക്കണം നമ്മുടെ അപേക്ഷ നീറ്റായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഹാൻഡ് റിട്ടൺ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങളത് ഫില്ല് ചെയ്യുക. ബാക്കിയെല്ലാം ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനും ഇതൊക്കെ വെച്ച് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം. അത് കൂടാതെ നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ സൈൻ ചെയ്യാത്ത 4 സെറ്റ് ഫോട്ടോഗ്രാഫ്, ഓക്കെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അതിൽ ഒട്ടിച്ചല്ലോ. ഒന്ന് നമ്മുടെ അപേക്ഷാ ഫോമിൽ നമ്മൾ ഒട്ടിച്ചു. അത് കൂടാതെ എക്സ്ട്രാ 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സെയിം എൻവലപ്പിൽ ഇട്ട് കൊടുക്കണം. അതിൽ നിങ്ങൾ സൈൻ ചെയ്യാനൊന്നും പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഈ അപേക്ഷയുടെ കൂടെ എക്സ്ട്രാ നമ്മൾ എൻവലപ്പിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ 2 സെൽഫ് അഡ്രസ്ഡ് അൺസ്റ്റാമ്പ്ഡ് എൻവലപ്സ് ആണ് പറയുന്നത്. 2.25 സെൻറ്റിമീറ്റർ ഇൻറ്റു 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ ഡയമെൻഷനിലുള്ള കൂടെ കാണാൻ പറ്റും. 25 സെൻറ്റിമീറ്റർ ഇൻറ്റു 12 സെൻറ്റിമീറ്ററിന് ആ ഒരു ഡയമെൻഷനിലുള്ള 2 എൻവലപ്പ് കേട്ടോ, നിങ്ങളുടെ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചെയ്താൽ നിങ്ങൾ അങ്ങനെ 2 എൻവലപ്പും പാട് അഡീഷണലായിട്ട് നമ്മളതിൽ ഇട്ട് കൊടുക്കണം. ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ആദ്യം നമ്മൾ ഇതിൻ്റെ അപേക്ഷാ ഫോം പ്രിൻ്റ് എടുക്കുക, അത് നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, അത് ഫില്ല് ചെയ്യാം. അതിൻ്റെ കൂടെ പ്ലസ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഏജ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, അത് SSLC ആയാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അത്, ആധാർ കാർഡ്, ഇതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 കോപ്പീസ് നിങ്ങൾ വെക്കുക. അതായത് ഒന്ന് അപേക്ഷാ ഫോമും സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സും. ഇത് നമ്മളെന്ത് ചെയ്യുക, വലിയൊരു A4 സൈസിലുള്ള എൻവലപ്പ് വാങ്ങുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്നുള്ളത് കൊടുക്കാം. ഇതോടെ നിങ്ങൾ ടു അഡ്രസ്സ് കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ ഫ്രം അഡ്രസ്സ് കൊടുക്കാം. ടു അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞു. ഇത് സ്പീഡ് പോസ്റ്റായിട്ട് അയക്കാം. അപ്പോൾ ആ അയക്കുന്നതിൻ്റെ ഈ മെയിൻ എൻവലപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടേണ്ട എക്സ്ട്രാ കാര്യങ്ങളാണ് നിങ്ങളുടെ 4 റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അഡീഷണലായിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ 2 സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എഴുതിയ 2 എൻവലപ്പിൻ്റെ ഡയമെൻഷൻ ഇവിടെ പറഞ്ഞു, 25 സെൻറ്റിമീറ്റർ ഇൻറ്റു 12 സെൻറ്റിമീറ്റർ. ഇത് നിങ്ങൾ അവിടെ പോയി പറഞ്ഞാൽ മതി, എൻവലപ്പൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ പോയി പറഞ്ഞാൽ മതി 25 സെൻറ്റിമീറ്റർ ഇൻറ്റു 12 സെൻറ്റിമീറ്റർ ഡയമെൻഷൻ വേണമെന്ന്. എന്നിട്ട് ആ ഒരു ഡയമെൻഷനുള്ള എൻവലപ്പ് വാങ്ങുക. എന്നിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ അഡ്രസ്സ് ചെയ്താൽ നിങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് അയച്ചാൽ 2 എൻവലപ്പും പാട് അഡീഷണലായിട്ട് നമ്മൾ മെയിൻ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നായിരിക്കുന്നു. അത് ഓർഡിനറി പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റായിട്ടോ അയക്കാം കേട്ടോ. ഓക്കെ, രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കാൻ പാടില്ല. ഓർഡിനറി പോസ്റ്റ് അല്ലെങ്കിൽ നോർമൽ പോസ്റ്റ് ഇല്ലേ, അത് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റാണ് ഏറ്റവും നിങ്ങൾക്ക് നല്ലത്, പെട്ടെന്ന് തന്നെ അവിടെ എത്തും. ഓക്കെ, പക്ഷേ റേറ്റിൽ എന്തോ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, 3 പോസ്റ്റാണെന്ന് വിചാരിച്ചിരിക്കേണ്ട, പെർമനൻറ്റ് വേക്കൻസിയാണ്. പിന്നെ ഓഫ്ലൈനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് അപേക്ഷകളും വരാൻ സാധ്യതയില്ല. പിന്നെ അപേക്ഷ ഫീസില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്